ആലുവ എടയപ്പുറത്ത് 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പെരുമ്പാവൂർ പോക്സോ കോടതിയിൽ സാക്ഷ്യവിസ്താരം തുടങ്ങി. അതിജീവിതയെയും മാതാവിനെയുമാണ് ആദ്യ ദിനം വിസ്തരിച്ചത്. അതേസമയം പ്രതി ക്രിസ്റ്റൽ രാജിനെതിരെ പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിന്റെ വിസ്താരം ചൊവ്വാഴ്ച ആരംഭിക്കും. കുറ്റപത്രം സമർപ്പിച്ച് 8 മാസം പിന്നിടുമ്പോഴാണ് കേസിൽ സാക്ഷ്യവിസ്താരം തുടങ്ങിയിരിക്കുന്നത്. അതിജീവിതയെയും മാതാവിനെയുമാണ് പെരുമ്പാവൂർ പോക്സോ കോടതിയിൽ ആദ്യം വിസ്തരിച്ചത്. പ്രതി ക്രിസ്റ്റൽ രാജിനെ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഹാജരാക്കിയത്. അതിനാൽ കുട്ടിക്ക് പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ പ്രതിയെ നേരിട്ട് ഹാജരാക്കണമെന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. കേസിൽ ജാമ്യത്തിലിറങ്ങിയ രണ്ടാം പ്രതി പശ്ചിമബംഗാൾ സ്വദേശിയും ഇന്ന് കോടതിയിൽ ഹാജരായില്ല. തുടർന്ന് കൂടുതൽ പേരെ വിസ്തരിക്കുന്നതിനായി കേസ് പരിഗണിക്കുന്നത് ബുധനാഴ്ചയിലേക്ക് മാറ്റി. കേസിലാകെ 115 സാക്ഷികളാണുള്ളത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 7-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആലുവ എടയപ്പുറത്തെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളായ 8 വയസ്സുകാരിയെ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ക്രിസ്റ്റൽ രാജ് പുലർച്ചെ 2 മണിക്ക് വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടിയെ പിന്നീട് ഗുരുതര പരിക്കുകളോടെ പാടത്തിന് സമീപം കണ്ടെത്തുകയായിരുന്നു. മോഷണത്തിനായാണ് പ്രതി ക്രിസ്റ്റൽ രാജ് കുട്ടിയുടെ വീട്ടിൽ കയറിയത്. ഇതിനിടയിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം ക്രിസ്റ്റൽ രാജിനെതിരെ പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിന്റെ വിസ്താരം ചൊവ്വാഴ്ച തുടങ്ങും. കൈരളി ന്യൂസ്, കൊച്ചി.